നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നവകേരള സദസ്സിനെ പരിഹസിച്ച് MLA കുറുക്കോളി മൊയ്തീൻ. മലപ്പുറം എൻഫോഴ്സ്മെന്റ് വിംഗ് സ്കൂൾ ബസ്സുകൾ പരിശോധിച്ചതിൽ വ്യാപകമായ നിയമലംഘനങ്ങൾ കണ്ടെത്തി. താനൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കിടത്തി ചികിത്സിക്കുന്ന ആശുപത്രിയാക്കി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭയിൽ പ്രമേയം. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് NCP ബ്ലോക്ക് കമ്മിറ്റി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. CH സെന്റർ വെട്ടം കിഡ്നി പരിശോധനാ ക്യാമ്പിന്റെ പ്രചരണാർത്ഥം പോസ്റ്റർ പ്രകാശനം ചെയ്തു. ജോയിന്റ് കൌൺസിൽ ഗാന്ധി സ്മൃതിയിൽ സെക്കുലർ വാൾ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകൾ. നവകേരള സദസ്സിനെ പരിഹസിച്ച് MLA കുറുക്കോളി മൊയ്തീൻ. തിരൂർ താലൂക്ക് ഓഫീസ് കോമ്പൗണ്ടിൽ തൃക്കണ്ടിയൂർ വില്ലേജ് ഓഫീസിന് ഭൂമി വിട്ടുകൊടുക്കാൻ നവകേരള സദസ്സിൽ തീരുമാനമായെന്നുള്ള അപഹാസ്യമെന്ന് കുറുക്കോളി മൊയ്തീൻ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. സ്റ്റേഡിയം കിഫ്ബിക്ക് വിട്ടുകൊടുക്കാൻ കഴിഞ്ഞ LDF ഭരണസമിതിയും തയ്യാറായില്ലെന്നുള്ളതും MLA ചൂണ്ടിക്കാട്ടി. തിരൂര് വന്നു വലിയ നേട്ടങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പത്രത്തിൽ ഞാൻ പത്രത്തിൽ വായിച്ചു നോക്കുമ്പോഴാണ് നവകേരള സദസ്സ് ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്ന വലിയ വാർത്ത. അവിടെ വില്ലേജ് ഓഫീസിന് സ്ഥലം കിട്ടി എന്നാണ് ഉള്ളിലുള്ളത്. എന്താ കാര്യം എന്നറിയാമോ? തിരൂർ സിവിൽ താലൂക്ക് ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് തിരൂരെ വില്ലേജ് ഓഫീസിന് സ്ഥലം അനുവദിച്ചു എന്നുള്ളത്. ഇത് ഞാൻ റവന്യൂ അസംബ്ലിയിൽ പറഞ്ഞതാണ്. അവിടുത്തെ ഭരണകൂടം സർക്കാരിനോട് പറഞ്ഞതാണ്. പത്രങ്ങളൊക്കെ വർഷങ്ങളായി എഴുതുന്നതാണ്. റവന്യൂ വകുപ്പിന്റെ കയ്യിലുള്ള താലൂക്ക് ഓഫീസിന്റെ കൈവശമുള്ള സ്ഥലം റവന്യൂവിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായിട്ടുള്ള വില്ലേജിന് അനുവദിക്കാൻ, റവന്യൂ വകുപ്പിന്റെ തന്നെ സ്ഥലം അനുവദിക്കാൻ റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ള 21 മന്ത്രിമാർ ഞങ്ങളുടെ അങ്ങാടിയിൽ വരേണ്ടി വന്നു. ഈ ഭരണം എത്ര വലിയ നേട്ടമാണ്, എന്താണ് ചെയ്യുന്നത് എന്നതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. തിരൂർ, പൊന്നാനി, തിരൂരങ്ങാടി, ഏറനാട്, പെരിന്തൽമണ്ണ എന്നീ താലൂക്കുകളിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന 32 സ്കൂളുകൾ കേന്ദ്രീകരിച്ച് മലപ്പുറം എൻഫോഴ്സ്മെന്റ് വിംഗ് തിരൂർ, പൊന്നാനി, തിരൂരങ്ങാടി, പെരിന്തൽമണ്ണ, ഏറനാട് സ്ക്വാഡുകൾ സംയുക്തമായി സ്കൂൾ ബസ്സുകൾ പരിശോധിച്ചതിൽ വ്യാപകമായി നിയമലംഘനങ്ങൾ കണ്ടെത്തി. നിരവധി വാഹനങ്ങൾ പിടിച്ചെടുത്തു. ഫിറ്റ്നസ് ഇല്ലാതെ സർവീസ് നടത്തിയ 12 സ്കൂൾ ബസ്സുകളും, ഇൻഷുറൻസ് ഇല്ലാത്ത 7 വാഹനങ്ങളും, പെർമിറ്റ് ഇല്ലാത്ത 2 സ്കൂൾ ബസ്സുകളും, ടാക്സ് അടയ്ക്കാത്ത 7 വാഹനങ്ങളും ഉൾപ്പെടെ 40ഓളം സ്കൂൾ ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന നിയമപ്രകാരം കേസെടുത്തു. 1,20,000 രൂപ പിഴ ചുമത്തി. തിരൂരിൽ 2 വർഷമായി ടാക്സ് അടയ്ക്കാതെ സർവീസ് നടത്തിയ ഒരു സ്വകാര്യ ബസ്സും വാഹന പരിശോധനയിൽ കുടുങ്ങി. പരിശോധനക്കാർക്ക് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ ബിനോയ് കുമാർ, അരുൺ, അസൈൻ, ജയചന്ദ്രൻ, പ്രമോദ് ശങ്കർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ അബിൻ ചാക്കോ, പ്രേംകുമാർ, അബ്ദുൾ കരീം, രാജേഷ്, അജീഷ്, സലീഷ്, വിജേഷ്, ഡിബിൻ, മനോഹരൻ, ഷൂജ, വിഷ്ണു എന്നിവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് വാഹന പരിശോധനകൾ നടത്തുമെന്നും നിയമലംഘകർക്കെതിരെ മോട്ടോർ വാഹന നിയമം അനുസരിച്ചുള്ള കർശനമായ നടപടി സ്വീകരിക്കുമെന്നും മലപ്പുറം എൻഫോഴ്സ്മെന്റ് RTO PA നസീർ പറഞ്ഞു. വെട്ടം ന്യൂസ്, തിരൂർ. താനൂർ നഗരസഭയുടെ കീഴിലുള്ള മോര്യയിലെ താനൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കിടത്തി ചികിത്സിക്കുന്ന ആശുപത്രിയാക്കി ഉയർത്തണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ട് നഗരസഭയിൽ പ്രമേയം. 7ാം ഡിവിഷൻ കൌൺസിലർ റഷീദ് മോര്യയാണ് മുനിസിപ്പൽ കൌൺസിൽ യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചത്. NABH അംഗീകാരമുള്ള ആയുർവേദ ഡിസ്പെൻസറിയിൽ ദിനേന 100-ലധികം പേർ OPയിൽ ചികിത്സ തേടിയെത്തുന്നുണ്ട്. ഡിസ്പെൻസറിയിൽ ദിവസവും യോഗ പരിശീലനവും നടന്നുവരുന്നു. കോവിഡ് കാലത്ത് ശ്രദ്ധേയ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ നടന്നത്. പാലിയേറ്റീവ് രോഗികൾക്കായി ഹോം കെയർ സംവിധാനം ഉൾപ്പെടെ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഡിസ്പെൻസറി 2000 ജൂലൈ 7 മുതൽ സ്വന്തം കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. പ്രമേയം കൌൺസിൽ യോഗം ഐക്യകണ്ഠേന പാസാക്കി. പ്രമേയം സർക്കാരിലേക്ക് അയക്കാനും തീരുമാനിച്ചു. 5ാം വാർഡ് കൌൺസിലർ VPM അഷ്റഫ് പ്രമേയത്തെ പിന്താങ്ങി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ
KP അലി അക്ബർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ജയപ്രകാശ്, കൌൺസിലർമാരായ VP ബഷീർ, PV നൌഷാദ്, മുസ്തഫ താനൂർ, ദിബീഷ് ചിറക്കൽ, PT അക്ബർ എന്നിവർ പ്രമേയത്തെ പിന്താങ്ങി സംസാരിച്ചു. വെട്ടം ന്യൂസ്, താനൂർ. രാജ്യം ഭരിക്കുന്ന മോദി സർക്കാർ വർഗീയ അജണ്ട നടപ്പിലാക്കുമ്പോൾ അതിനെതിരെ ദേശീയ ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവർ അഭിപ്രായ വ്യത്യാസം മറന്നു ഒന്നിക്കാൻ ഒരു നിമിഷം പോലും വൈകിക്കരുതെന്ന് നാഷണൽ ലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് CR സജിത്ത് താനൂരിൽ പറഞ്ഞു. താനൂരിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം ദിനത്തോടനുബന്ധിച്ച് NCP ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം നാഷണൽ ലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് CR സജിത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് മേപ്പുറത്ത് ഹംസു അധ്യക്ഷത വഹിച്ചു. NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി TN ശിവശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് P മധു, സംസ്ഥാന കമ്മിറ്റി മെമ്പർ സുരേഷ് ബാബു, ഷാഫി നച്ചിയങ്ങൽ, P രഘുനാഥ്, PP മുഹമ്മദ് ബഷീർ, റസൽ ചെറിയമുണ്ടം എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ്, താനൂർ. വെട്ടം ഗ്രാമപഞ്ചായത്തിലെ വാക്കാട് പ്രദേശത്ത് 8 കൊല്ലമായി പ്രവർത്തിച്ചു വരുന്ന CH സെന്റർ വെട്ടം മാർച്ച് 3-ന് വാക്കാട് ആശുപത്രിപ്പടിയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന കിഡ്നി പരിശോധനാ ക്യാമ്പിന്റെ പ്രചരണാർത്ഥം പോസ്റ്റർ പ്രകാശനം ചെയ്തു. CH സെന്റർ വെട്ടത്തിന്റെ 8ാം വാർഷികത്തിന്റെ ഭാഗമായി ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് നയിക്കുന്ന കിഡ്നി പരിശോധനാ ക്യാമ്പ് മാർച്ച് 3-ന് വാക്കാട് ആശുപത്രിപ്പടിയിൽ വെച്ച് സംഘടിപ്പിക്കും. ക്യാമ്പിന്റെ പോസ്റ്റർ പ്രകാശനം വെട്ടം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷിജു നായർ വീട്ടിൽ നിർവഹിച്ചു. CH സെന്റർ വെട്ടത്തിന്റെ 8ാം വാർഷികത്തോടനുബന്ധിച്ച് ഉള്ള ഒരു കിഡ്നി രോഗനിർണയ ക്യാമ്പാണ് ഇവിടെ മാർച്ച് 3-ാം തീയതി നടക്കാനിരിക്കുന്നത്. അതിൻ്റെ പോസ്റ്റർ പ്രദർശനമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് ജനങ്ങൾക്കിടയിൽ ഒരുപാട് രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൂടുതലായി ഇന്ന് കാണപ്പെടുന്നത് കിഡ്നി രോഗം. ഈ കിഡ്നി രോഗം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, അത് ഏത് രൂപത്തിൽ ആയാലും ചികിത്സിച്ച് മാറ്റുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ തുടക്കം തന്നെ കിഡ്നി രോഗം വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് അറിയുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ക്യാമ്പയിൻ്റെ ലക്ഷ്യം. ഈ വെട്ടം CH സെൻറ്റർ 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇതുപോലെ ഒരു ക്യാമ്പയിൻ ഇവിടെ നടത്തിയിരുന്നു. ഈ ക്യാമ്പയിനിൽ കുറച്ച് രോഗസാധ്യതയുള്ളവരെ നമുക്ക് കണ്ടെത്താൻ കഴിയുകയും രോഗസാധ്യതയിൽ നിന്ന് രോഗം മൂർച്ഛിക്കുന്നതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുവാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ 8ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഈ ക്യാമ്പയിനിലും ആർക്കെങ്കിലും ഇതിനുള്ള ലക്ഷണമുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ചികിത്സ നൽകാനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ ആ കക്ഷികളെ അറിയിക്കാൻ നമുക്ക് കഴിയും. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. ഈ മാർച്ച് 3-ാം തീയതിയാണ് രാവിലെ 9 മണി മുതൽ ഇവിടെ ക്യാമ്പ് ആരംഭിക്കുന്നത്. വരുന്ന മാർച്ച് മാസം 3-ാം തീയതി നടക്കാൻ പോകുന്ന കിഡ്നി പരിശോധന ക്യാമ്പിൻ്റെ പോസ്റ്റർ പ്രകാശനമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. ഇതിൻ്റെ സ്പോൺസർമാർ കോഴിക്കോട് ഹെൽപ്പിംഗ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രായോജകരാണ്. അവരുടെ ഒരു സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിന് വിവിധങ്ങളായിട്ടുള്ള ഘടകങ്ങളിൽ, അതേപോലെ തന്നെ മെഡിക്കൽ ഷോപ്പുകളിൽ, തൊട്ടടുത്തുള്ള മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ഇതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു പരിപാടിയുമായി പരമാവധി സഹകരിച്ചുകൊണ്ട് നമുക്ക് വരാനിരിക്കുന്ന രോഗത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനമായും അതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തതുകൊണ്ട് ഇതിനെ വൻ വിജയമാക്കണം. ബഹുമാന്യമായിട്ടുള്ള നമ്മുടെ തിരൂർ MLA ആണ് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. വി ബാവുട്ടി, VM അബ്ദുൽ സലാം, VT അബ്ദുൽ ഹഖ്, റാഫി കുന്നത്ത്, VM അബ്ദുൽ മജീദ്, KP നൌഷാദ്, VT സിദ്ദീഖ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വെട്ടം. ജോയിന്റ് കൌൺസിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിൽ തിരൂർ സെക്കുലർ വാൾ എന്ന പരിപാടി സംഘടിപ്പിച്ചു. സാംസ്കാരിക സദസ്സ് ജിതേഷ് കണ്ണപുരം ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൌൺസിൽ ഗാന്ധി സ്മൃതിയിൽ സെക്യുലർ വാൾ സംഘടിപ്പിച്ചു. ചിത്രകാരൻ വിനോദ് ആലത്തിയൂർ ഗാന്ധിജിയുടെ ചിത്രം വരച്ച് സെക്യുലർ വാളിലെ ചിത്രരചനയ്ക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സദസ്സ് ജിതേഷ് കണ്ണപുരം ഉദ്ഘാടനം ചെയ്തു. പ്രഭാഷണത്തിൽ ഗാന്ധിസത്തിന്റെ പ്രസക്തി ഏതുകാലത്തും ലോകത്തിന് അനുകരണീയമാണെന്നും വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഗാന്ധിജിയുടെ മൂല്യം ഏറി വരുന്നതായും അദ്ദേഹം വിലയിരുത്തി. സുജിത് കുമാർ K സ്വാഗതം പറഞ്ഞ യോഗത്തിൽ P ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഹംസ, KC സുരേഷ് ബാബു, രാകേഷ് മോഹൻ, സലീം NP, രാജേഷ് B എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നമസ്കാരം.